ഫേസ്ബുക്കിൽ നിന്ന് ശരിക്കും പൈസ കിട്ടുമോ? കിട്ടും, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ലേ? വാ പറഞ്ഞുതരാം. ചുമ്മാ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാണ്ട് ഇതിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടുമെന്നും കൂടെ അറിയണല്ലോ. ചുമ്മാ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ പേജ് ക്രിയേറ്റ് ചെയ്ത് ആർക്കും പൈസ കിട്ടില്ല. കുറച്ച് കഷ്ടപ്പെടണം, പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ അത് എളുപ്പമായിട്ട് തോന്നും. ക്യാഷ് കിട്ടുന്ന ഒരു റീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ കിട്ടും, എത്ര കിട്ടും, എപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, അങ്ങനെ ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് ഇത്. ജസ്റ്റ് മിസ് ചെയ്യാണ്ട് കണ്ടോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആകാൻ തോന്നുവാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫേസ്ബുക്കിന്റെ അതായത് FBയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ യൂട്യൂബിനേക്കാളും മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ കൂടുതൽ എളുപ്പവും ഇൻകം കൂടുതലും കിട്ടും. അതായത് ഫേസ്ബുക്കിൽ നമുക്ക് ഫോട്ടോസിന് വരെ റവന്യൂ ഉണ്ട്. പിന്നെ യൂട്യൂബിൽ $100 ആയാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് കയറുള്ളൂ. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. അതിനകത്ത് $25 ആയാൽ നമുക്ക് ക്യാഷ് കൈ കിട്ടും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത്? ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മോണിറ്റൈസേഷൻ ഓൺ ആവണം. നമ്മുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഏറ്റവും മേലിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ 10 പ്രൊഫഷണൽ മോഡ് ഓൺ എന്ന് കാണിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി ഓൺ ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഓഫ് എന്ന് കാണിക്കുന്നത്. പ്രൊഫഷണൽ മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് മാറും. ഇനിയിപ്പോൾ അത് വേണ്ട, ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ഇതേപോലെ ആയിരിക്കും വരിക. ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനലിറ്റിക്സ് കാണാൻ പറ്റും. ഇതെല്ലാം ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? റെഗുലറായിട്ട് വീഡിയോ ഇടുക, റീൽ ഇടുക, ഫോട്ടോ ഇടുക, സ്റ്റോറി ഇടുക. ഇതെല്ലാം കുറേ നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് ആക്ച്വലി എൻ്റെ പേജ് മോണിറ്റൈസ് ആയത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ വീക്കിലി ചലഞ്ചസ് ഉണ്ട്. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്ര ഫോട്ടോ ഇടണം, ഇത്ര റീൽ ഇടണം, ഇത്ര കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം. നമ്മളിപ്പോൾ അതെല്ലാം അനുസരിക്കുക. എനിക്കങ്ങനെ അനുസരിച്ച് എനിക്ക് തോന്നുന്നു 2 മാസത്തിനുള്ളിൽ എനിക്ക് മോണിറ്റൈസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, എന്ത് പോസ്റ്റ് ഇട്ടാലും അത് ഉള്ളിമയോ അൺലിസ്റ്റഡ് ഒന്നും ആക്കാണ്ട് പബ്ലിക് തന്നെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ പ്രൊഫൈൽ ഒരിക്കലും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കല്ലേ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 3 ഡോട്ട്സ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പേജ് സ്റ്റാറ്റസ് മോണിറ്റൈസേഷൻ ഓൺ ആയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കിയിട്ട് ഓൺ ആയില്ലെങ്കിൽ വിഷമിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ അറിയണവർ വലിയ ലൈക്ക് കമന്റ് ഒന്നും അടിച്ചില്ലെങ്കിൽ നമ്മളെ അറിയില്ലാത്തവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും. അവിടെ ഓരോ ടൂളും നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. സ്റ്റാർസ്, കണ്ടന്റ് മോണിറ്റൈസേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ അനലറ്റിക്സിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു മാസം $20 കിട്ടിയേക്കണമെങ്കിൽ $20 നമുക്ക് ഏതിൽ നിന്നാണ്, അതായത് ഫോട്ടോയിൽ നിന്നാണോ റീലിൽ നിന്നാണോ അങ്ങനെ ഏതിൽ നിന്നാണോ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിയെടുക്കാം ഇതനുസരിച്ച്. മോണിറ്റൈസേഷൻ ഓൺ ആവണമെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും റീലും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്തേ മതിയാവൂ. അത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ തന്നെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഫോളോ ചെയ്യണം. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് കിട്ടുള്ളൂ. കോർപ്പറേറ്റ് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അക്കൗണ്ടിൽ പോളിസി വയലേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയാൽ പോലും പിന്നെ നമുക്കത് ഓഫായി പോകും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേജ് വരെ നഷ്ടപ്പെട്ടെന്നിരിക്കും. ഇതെല്ലാം ഫോളോ ചെയ്ത് മോണിറ്റൈസേഷൻ ലഭിച്ച ശേഷം ബാങ്കിൻ്റെയും പാൻ കാർഡിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യണം. എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ അന്നേരം ശ്രദ്ധിക്കണം. ഇപ്പം ആളുകൾ ക്യാഷ് കൊടുത്ത് ഫോളോവേഴ്സിനെ മേടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭം ഉണ്ടാവത്തില്ല. നമുക്ക് നാച്ചുറലായിട്ട് വരുന്ന ഫോളോവേഴ്സാണ് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കാണത്തുള്ളൂ. ചിലവർ പറയുന്നുണ്ട് 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ പേജ് മോണിറ്റൈസേഷൻ ഓൺ ആകുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് 3000 അടുത്ത് നിന്നപ്പോഴാണ് മോണിറ്റൈസേഷൻ ഓൺ ആയത്. നമുക്ക് ഇത്ര ഫോളോവേഴ്സ് എന്ന നിർബന്ധമില്ല. അത്യാവശ്യം റീച്ചും എൻഗേജ്മെന്റും ഒക്കെ ഉള്ള ഒരു ചാനലിന് അല്ലെങ്കിൽ പേജിന് വലിയ കുഴപ്പമില്ലാണ്ട് വേഗം തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടും. 10000 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് മോണിറ്റൈസേഷൻ ഓൺ ആവാത്ത ചാനലും 5000 ഫോളോവേഴ്സ് ഇല്ലാഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ഓൺ ആയ ചാനലും ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന അതേ വീഡിയോ ക്രോസ് പോസ്റ്റ് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാം. അതായത് രണ്ടിലും ഒറ്റ വീഡിയോ. അതിൽ നമുക്ക് ഇൻകം ഫേസ്ബുക്കിൽ എന്താണെങ്കിലും കിട്ടും. കണ്ടന്റ് മോണിറ്റൈസേഷൻ കൂടാണ്ട് ബ്രാൻഡ് കൊളാബറേഷനിലൂടെ നല്ലൊരു എമൗണ്ട് മന്ത്ലി ഉണ്ടാക്കുന്ന പേജസും ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഡൗട്ടൊക്കെ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. സമയം കളയേണ്ട. റെഗുലറായിട്ട് വീഡിയോസും ഫോട്ടോസും റീലും സ്റ്റോറീസും ഒക്കെ അപ്ലോഡ് ചെയ്യുക. കോർപ്പറേറ്റ് മ്യൂസിക് ഒക്കെ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് അത് കണക്കൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവാൻ തോന്നുവാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.